ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട്, മോൾ എത്രയും പെട്ടെന്ന് കമലേശ്വരത്തേക്ക് ചെല്ല്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അനന്തുവിൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചു പറയാതിരിക്കില്ല. ദുർഗയും ഇപ്പോൾ അവരുടെ സൈഡ് ആയതുകൊണ്ട് എന്തായാലും വിളിച്ചു പറയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ കമലേശ്വരത്തേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ കമലേശ്വരത്തെത്തുന്ന കരുണയോട് നീ എന്താ ഉണ്ണിക്ക് കൂട്ടിരിക്കാതെ വന്നത് എന്ന് ദുർഗ ചോദിക്കുമ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാനാണെന്നാണ് കരുണ പറയുന്നത്. നിൻ്റെ അച്ഛൻ ആ ജയിൽ പുള്ളി അവിടെ ഉണ്ടോ എന്ന് മരുമകനെ പറ്റി അമ്മ അയച്ചനാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ ചെയ്തു കൂട്ടിയതിനൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. നിൻ്റെയൊക്കെ കൂടെ നിന്നതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ പേരക്കുട്ടിയെ ഒന്ന് കാണാനോ കൊഞ്ചിക്കാനോ കഴിയുന്നില്ല എന്ന് ദുർഗ പറയുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവനറ്റ ശരീരം നിങ്ങൾക്ക് കാണാം എന്നെല്ലാം സ്വയം മനസ്സിൽ പറഞ്ഞ് ഗൂഢമായിട്ട് ചിരിക്കുകയാണ് കരുണ. ലക്ഷ്മിയുടെ കുഞ്ഞിനെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ എനിക്കും നല്ല ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ ലേഖേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ കുഞ്ഞിനെ ഒന്ന് കാണാൻ മാത്രമേ അനുവദിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ ഓരോരോ പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ നിന്നെ ലേഖ ചൂലെടുത്ത് ആട്ടി ഇറക്കി വിടേണ്ടതാണെന്ന് പറയുന്നുണ്ട് ദുർഗ. തുടർന്ന് ഉണ്ണിക്ക് ഉടനെ എങ്ങാനും നടക്കാൻ കഴിയുമോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടെന്നും ഉടനെ തന്നെ നടക്കാൻ കഴിയുമെന്നാണ് തോമസ് വൈദ്യൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു രാക്ഷസനുണ്ടല്ലോ, അവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മേഘേട്ടനും നല്ല മാറ്റം ഉണ്ടെന്ന് തന്നെയാണ് കരുണ പറയുന്നത്. അച്ഛനും മകനും ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയൂ എന്നെല്ലാം ദുർഗ പറയുന്നത് കേൾക്കുന്ന കരുണ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾ വൈകാതെ അറിയും. നിങ്ങൾ കാണാനും കൊഞ്ചിക്കാനും കാത്തിരിക്കുന്ന നിങ്ങളുടെ പേരക്കുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞ് നിങ്ങൾ അലറി വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞ് സ്വയം വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. പിന്നീട് കണ്ണൻ കരുണയോട് ഉണ്ണിയുടെ കാര്യത്തെക്കുറിച്ചെല്ലാം ചോദിക്കുന്നു. അപ്പോൾ നല്ല മാറ്റമുണ്ടെന്ന് കരുണ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം. ഇന്ന് വാമൻ്റെ ഭാര്യ സഹായം ചോദിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നിരുന്നു. അവർക്കൊന്നും ഇനി ഒരു സഹായവും ഞാൻ ചെയ്യില്ല. ഉണ്ണിയുടെ കാര്യത്തിലും അത് തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് വീണ്ടും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ആർക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലക്ഷ്മിക്കും കുഞ്ഞിനോടൊപ്പം താൻ സന്തോഷത്തോടെ ജീവിക്കില്ലടോ എന്നെല്ലാം മനസ്സിൽ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞ് നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ മഹിക്കും ലേഖയ്ക്കൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു ആശങ്ക ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, കുഞ്ഞ് വൈകുന്നേരത്തിന് ശേഷം പിന്നെ ഉണർന്നിട്ടില്ലല്ലോ, ഇങ്ങനെയുണ്ട് ഒരു ഉറക്കം എന്നെല്ലാം പറയുമ്പോൾ മഹിക്കും അത് കേട്ട് വല്ലാതെ തന്നെ പേടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കണ്ണൻ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. തുടർന്ന് വീഡിയോ കോളിലൂടെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മഹി. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിൽ തന്നെയാണ് കണ്ണേട്ട എന്ന് മഹി പറയുമ്പോൾ ഞാൻ അവിടെ വന്ന സമയത്തും കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല കണ്ണേട്ട എന്ന് മഹി പറയുമ്പോൾ ഇന്ന് ജാനമ്മ പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞ് പിന്നെ ഉണർന്നിട്ടില്ല എന്ന് ലേഖയും പറയുന്നു. അപ്പോൾ എന്തായാലും നാളെ രാവിലെ തന്നെ ഞാൻ എത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും കണ്ണൻ്റെ മനസ്സിൽ അകാരണമായിട്ടുള്ള ഒരു പേടി ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനായിട്ട് മാർക്കോ എത്തുന്നു. അപ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, അമ്മ വിളിച്ചതുപോലെ എനിക്ക് തോന്നി, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആർക്കോ എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ എന്ന് അമ്മ പറയുന്നതും അമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും എന്ന് തന്നെ മാർക്കോയും പറയുന്നു. തുടർന്ന് ആർക്കാണ് ആപത്ത് വരാൻ പോകുന്നതെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നും അമ്മ പറയുന്നു. ഇനി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞിനാണോ, അന്ന് അമ്മ അങ്ങനെ ഒരു സൂചന തന്നിരുന്നല്ലോ എന്നെല്ലാം മാർക്കോ ചോദിക്കുമ്പോൾ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നവർക്ക് മാത്രമേ തിരിച്ചടികൾ സംഭവിക്കൂ, അല്ലാതെ ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഒരു പ്രവചനം പോലെ വീണ്ടും അമ്മ മാർക്കോയെ അറിയിക്കുന്നുണ്ട്. പിന്നീട് രാത്രി വളരെ വൈകി ലേഖ കണ്ണനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിൻ്റെ വായിൽ നിന്നും നുരയും പതയൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ടെൻഷനോടെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ദുർഗ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാണ് മോനെ രാത്രി എന്ന് ചോദിക്കുമ്പോൾ ലേഖ വിളിച്ചിരുന്നു എന്നും കുഞ്ഞിൻ്റെ വായിൽ നിന്നും നുരയും പൊതയൊക്കെ വന്നിരുന്നു എന്നും ഒക്കെ കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് കുറേ സമയമായിട്ട് നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു, ഇനി എന്താണെന്നും അറിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ ടെൻഷനാകുമ്പോൾ മോൾക്കൊന്നും സംഭവിക്കില്ല മോനെ, അമ്മ പൂജാമുറിയിൽ കയറി കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അങ്ങനെ കണ്ണൻ തിരക്കിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെല്ലാം കരുണ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കരുണ സന്തോഷിക്കുന്നുണ്ട്.
തുടർന്ന് വേഗം തന്നെ പ്രതാപനെ വിളിച്ച് വിവരം പറയുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ആനന്ദുവിൻ്റെ വീട്ടിൽ നിന്നും കോള് വന്നു. അയാൾ പോയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് രാത്രി തന്നെ ആ കുഞ്ഞ് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നെല്ലാം കരുണ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ പ്രതാപന്. ശേഷം ഉണ്ണിയുടെ അടുത്ത് എത്തുകയാണ് പ്രതാപൻ. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? എല്ലാം നടന്നതിന് ശേഷം സന്തോഷിച്ചാൽ മതി എന്നല്ലേ? എന്നാൽ പിന്നെ നീ സന്തോഷിക്കാൻ തയ്യാറായിട്ടിരുന്നു. ആ കുഞ്ഞിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇനി ആ കുഞ്ഞിനെ ജീവനോടെ കാണാനായിട്ട് കണ്ണനും ലക്ഷ്മിക്കും കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കുഞ്ഞിനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ വന്ന് പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ മാരകമായിട്ടുള്ള വിഷം ചെന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് ആ ഒരു മയക്കത്തിലായിരുന്നു കുഞ്ഞ്. അതുകൊണ്ടാണ് വായിൽ നിന്നും നുരയും പതയും വളർന്നത്. ഏതായാലും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കണ്ണനും അനന്തവും ലേഖയും മഹയെല്ലാം ഞെട്ടിത്തരിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഉള്ളിൽ എങ്ങനെ വിഷം ചെല്ലാനാണെന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയത്താണ് ലേഖ ഒരു സംശയം പറയുന്നത്. ജാനമ്മയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് പാല് തയ്യാറാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ അവരൊരു കള്ളിയാണെന്ന് തന്നെ ലേഖ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മഹിക്കും കണ്ണനും അനന്തുവിനൊക്കെ ആ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രാത്രി തന്നെ കണ്ണനും അനന്തവും കൂടി ജാനമ്മയുടെ വീട്ടിലെത്തുന്നു. തുടർന്ന് വേണ്ട രീതിയിൽ കണ്ണൻ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കുഞ്ഞിനോട് അങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്തതിൽ കുറ്റബോധം കൊണ്ട് നീറി കഴിയായിരുന്നു ജാനമ്മ. തുടർന്ന് എല്ലാ സത്യങ്ങളും കണ്ണനോട് തുറന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പ്രതാപൻ്റെ ആ ഒരു കൊടും ക്രൂരത കണ്ണൻ തിരിച്ചറിയുന്നു. പ്രതാപനാണ് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ജാനമ്മയുടെ മകന് കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയത് എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ണൻ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്